വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ. പറയട്ടെ, ഈ ജനങ്ങളോട് വിളിച്ചു പറയാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ രണ്ടുടെ ലൈഫ് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരുന്നത്. എന്റെ ബെഡിൽ വന്ന് കിടന്നാൽ നന്നായിട്ട് ഇവര് ബെഡിലുള്ളത് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നീ എവിടെ കൂടെ ബെഡിനകത്ത് കിടന്നുകൊണ്ട് ഒരു പെണ്ണും ചെക്കനും കാണിക്കാൻ പാടുള്ള കാര്യം നിങ്ങൾ രണ്ടും കൂടെ കാണിച്ചത്. കള്ളം പറയരുത്, കള്ളം പറയരുത്. ബെഡ്ഷീറ്റ് മൂടി മൂടി വരും. പിന്നെ ഒരു പെണ്ണും ചെക്കനും അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ദിവസം അനുമോൾ ഇത് പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു കൂടെ പറ. അമ്മയെ പറഞ്ഞു. ഹലോ ഗൈസ്, അപ്പോഴേ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ കഴിഞ്ഞ ദിവസം ഒരു സീൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിസയിലും ആര്യനും ചേർന്ന് പുതപ്പിനുള്ളിൽ ഹൊറർ സ്റ്റോറി പറയുമായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ലൈവിലാണെങ്കിൽ ഇത് ബിഗ് ബോസ് ഹൗസിലും സീനായി. നമ്മുടെ പുതിയ 5 വൈൽഡ് കാർഡ് ആൾക്കാർ ചെന്നപ്പോഴാണ് ഇത് സീനായത്. പുറത്തവർ ടി വിയിൽ കണ്ടുവന്ന കാര്യം അകത്ത് പറഞ്ഞു. അകത്ത് പറഞ്ഞപ്പോഴത്തേന് അവർ കണ്ടതും അനുമോള് കണ്ടതും രണ്ടും ഭയങ്കര വലിയ സംഭവമായി. അവിടെ ആകെ മൊത്തത്തിൽ സംസാരം ഉണ്ടായി ഗൈസ്. നിങ്ങളും അറിഞ്ഞായിരുന്നോ? അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ ലൈവിനകത്ത് എല്ലാവരും ചേർന്നിരുന്ന് സംസാരിച്ചപ്പം അനുമോള് പറയുന്നുണ്ടായിരുന്നു അവർ ചേർന്ന് ഉമ്മ കൊടുത്തുവെന്ന്. ജിസയിലും ആര്യനും ചേർന്ന് ഉമ്മ കൊടുത്തുവെന്ന്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈവിൽ അത് പബ്ലിക്കായിട്ട് കാണിച്ചിട്ടില്ല. നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 5 വൈൽഡ് കാർഡ് പറയുന്ന പോലെ തന്നെ അനുമോള് ചെന്ന് അവരെ വിളിച്ചുണർത്തുന്നു. അപ്പോൾ അവരെണ്ണിക്കുന്ന സീൻ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവർ ഹൊറർ സ്റ്റോറി പറയുവാന്ന് നമ്മുടെ ശൈത്യം പറയുന്നുണ്ട്, റെനയും. അനുമോള് പറയുന്നത് ഒരു ചെറുക്കനും പെണ്ണും ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതാണ് അവിടെ നടന്നതെന്ന്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് പറയണം, ഇത്രയും പറയാമെങ്കിൽ അനുമോൾ അത് പറയണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുമോളെ എല്ലാവരും കൂടെ കമ്പൽ ചെയ്തിട്ട് അനുമോൾ അത് പറയുന്നുണ്ട്. ഒരാണും പെണ്ണും ചേർന്നപ്പം ഉമ്മ കൊടുത്തു, അത് പുതപ്പിനുള്ളിൽ അത് കണ്ടു എന്നാണ് പറയുന്നത്. അല്ലാതെ അനുമോള് പുറത്തു നിന്നൊന്നും കണ്ടിട്ടില്ല. പുതപ്പിൻ്റെ അടിയിലെ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടു എന്നാണ് പറയുന്നത്. ഇതെത്രമാത്രം വാസ്തവമാണെന്നൊന്നും നമുക്കറിയത്തില്ല. ഇത് നമ്മുടെ ലൈവിൽ കണ്ടിട്ടുള്ളവരെന്തായാലും കമൻറ്റ് ചെയ്യണം.